അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇസ്ലാമും സ്ത്രീയും എന്നുള്ളതാണ്. അപ്പം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്നും സ്ത്രീകൾക്ക് വാല്യൂ ഇല്ല എന്നും ഒക്കെയുള്ള നിരവധി വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ വരാറുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇത്തരം വിമർശനങ്ങളെല്ലാം ഓരോ വിമർശനങ്ങൾക്കും മറുപടി കൊടുക്കുന്നതിന് പകരം ഈ വിമർശനങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്. ആ പൊതു സ്വഭാവം മനസ്സിലാക്കി ഈ വിമർശകർക്ക് അബദ്ധം പറ്റുന്നത് എവിടെയാണ് എന്നുള്ളത് വിശദീകരിക്കുക എന്നുള്ളതാണ്. അതെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീമാൻ സയ്യൂബ് കെ ആണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ പല ആംഗിളിൽ നിന്നും വരുന്ന വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പക്ഷേ ഒരു നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ ലിബറൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഹിന്ദു, അങ്ങനെ പല ആംഗിളിൽ നിന്നും വരുന്ന വിമർശനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ഇന്ന് മൊത്തത്തിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിമർശനമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് വിമർശനങ്ങൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. അപ്പൊ ഈ പൊതു സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് വിമർശനത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലും ഹദീസുകളിലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ സ്പിരിച്വാലിറ്റി ഈക്വലാണ്, അവരുടെ മോറൽ വേർത്ത്നെസ് ഈക്വലാണ്. അവർ രണ്ടുപേരും അവരുടെ മോറൽ വാല്യൂ ഈക്വലാണ്. അവർ രണ്ടുപേരുടെയും ഹാപ്പിനെസ് ഖുർആൻ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരു ഈക്വൽ പെർഫോമൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിവാർഡായിരിക്കും അത് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം റിവാർഡ് പരലോകത്താണ് കിട്ടുന്നത്, ദുനിയാവിലാണ് അതിൻ്റെ ഒരു പ്രവർത്തന മേഖല. അപ്പോൾ ഈക്വലായിട്ട് പെർഫോം ചെയ്ത ആളുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള റിവാർഡായിരിക്കും കിട്ടുന്നത്. അതായത് ഓഫ് കോഴ്സ് വേറെയും പടച്ചവൻ്റെ പ്രത്യേകമായിട്ടുള്ള റഹ്മത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ആ ഒരു സംഗതി ഒരു തുല്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലേ? അത് ആണാണ് പെണ്ണാണ് എന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് ഒരു വിവേചനം ഉണ്ടാവില്ല. ഇത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വചനം എടുത്ത്, രണ്ട് വചനം അവിടുന്ന് ഇവിടുന്ന് എടുത്ത് അങ്ങനെ ഒരു കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഖുർആനും ഹദീസും ഈ വിഷയത്തിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പം 9-ാം അധ്യായം 71-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാം, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസികളായ സ്ത്രീകളും പരസ്പരം സഹായികളാണ്. അവർ പരസ്പരം എന്ത് ചെയ്യും? നന്മ കൽപ്പിക്കുകയും പരസ്പരം തിന്മ വിരോധിക്കുകയും ചെയ്യും. അവർക്ക് അവരുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകും എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതേപോലെ 9-ാം അധ്യായം 72-ാമത്തെ വചനത്തിൽ, ഇതിന്റെ തൊട്ട് ശേഷമുള്ള വചനത്തിൽ പറയുന്നത് കാര്യം, വിശ്വാസികളായ സ്ത്രീകൾക്കും വിശ്വാസികളായ പുരുഷന്മാർക്കും തായ് ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്നും അവിടെ അള്ളാഹുവിനെ ദർശിക്കുക എന്ന മഹാസൗഭാഗ്യം, അതായത് സ്വർഗത്തിൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്, അതിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം എന്ന് പറയുന്നത്, മറ്റെല്ലാതിനെയും നിഷ്പ്രഭമാക്കി കളയുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വലിയ അനുഗ്രഹമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. അതേപോലെ 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിറിലെ 40-ാം വചനത്തിൽ അള്ളാഹു പറയുന്നതായി കാണാം, ആരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവൻ വിശ്വാസിയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും, അവന് കണക്ക് നോക്കാതെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള, ഇതിലപ്പുറം വ്യക്തമായിട്ട് പറയാനില്ല, വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതേപോലെ 3-ാം അധ്യായം 195-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നതായി കാണാം, നാം ഒരിക്കലും തന്റെ ദാസന്റെ കർമ്മങ്ങൾ പായാക്കി കളയുകയില്ല, അതാണാകട്ടെ പെണ്ണാകട്ടെ. എന്നിട്ട് പറയുന്നു, അവർ ഓരോരുത്തരും മറ്റൊരാളിൽ നിന്നുള്ളതാണ്. അത് സ്ത്രീ പുരുഷനിൽ നിന്നും പുരുഷൻ സ്ത്രീയിൽ നിന്നാണ് വരുന്നത്. ഓരോ സ്ത്രീയും ജനിക്കുന്നത് പുരുഷനിൽ നിന്നാണ്, ഓരോ പുരുഷനും ജനിക്കുന്നത് സ്ത്രീയിൽ നിന്നാണ്. അപ്പൊ അവർ പരസ്പരമുള്ള ഒരു ടീമാണ് എന്ന രീതിയിൽ പറയുന്നത് കാണാൻ കഴിയും. ഇതില് അവരോരോരുത്തരും ഓരോരുത്തരിൽ നിന്നാണ് എന്നുള്ള പ്രയോഗത്തെ ഒട്ടുമിക്ക എല്ലാ തഫ്സീറുകളിലും കാണാൻ കഴിയുന്നത് അതിന്റെ അർത്ഥം അവർക്ക് ഈക്വൽ പ്രതിഫലമാണ്. കാരണം ഒരേ ഗ്രൂപ്പ് തന്നെയാണ്, അവരുടെ സ്പിരിച്വൽ വാല്യൂ സെയിം ആണ് എന്ന് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മറ്റൊന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വചനമാണ് 33-ാം അധ്യായം 35-ാമത്തെ വചനം, വിശ്വാസികളായ പുരുഷനാവട്ടെ മുസ്ലിമായ പുരുഷനാവട്ടെ മുസ്ലിമായ സ്ത്രീയാകട്ടെ, വിശ്വാസിയായ പുരുഷനാവട്ടെ വിശ്വാസിയായ സ്ത്രീയാവട്ടെ, അനുസരണയുള്ള പുരുഷനാവട്ടെ അനുസരണയുള്ള സ്ത്രീയാവട്ടെ, സത്യസന്ധനായ പുരുഷനാവട്ടെ സത്യസന്ധനായ സ്ത്രീയാവട്ടെ, വിനയമുള്ള പുരുഷനാവട്ടെ വിനയമുള്ള സ്ത്രീയാവട്ടെ, ദാനധർമ്മം ചെയ്യുന്ന പുരുഷനാവട്ടെ ദാനധർമ്മം ചെയ്യുന്ന, കാരണം ഓരോന്നും എടുത്താണ് പറയുന്നത്, ദാനധർമ്മം ചെയ്യുന്ന പുരുഷനാവട്ടെ ദാനധർമ്മം ചെയ്യുന്ന സ്ത്രീയാവട്ടെ,
അതേപോലെ വ്രതമനുഷ്ഠിക്കുന്ന പുരുഷനാവട്ടെ, വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീ ആവട്ടെ, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന പുരുഷനാവട്ടെ, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീ ആവട്ടെ, ഇവർക്കെല്ലാവർക്കും പാപമോചനവും മഹത്തായ പ്രതിഫലവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഇതിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലേ. ഒരു പ്രത്യേക നന്മ ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും വേറെ നന്മ എടുത്തു പറഞ്ഞുകൊണ്ട് അത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും അല്ലേ, ആ ഒരു പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അതേപോലെ 4-ാം അധ്യായം 124-ാമത്തെ വചനത്തിൽ ആരെങ്കിലും സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ, അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അവൻ വിശ്വാസിയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. അവനൊരു തരിമ്പ് പോലും, കാരക്കുരുവിന്റെ പാടയുടെ അത്ര പോലും എന്ത് ചെയ്യില്ല, അവരോട് അനീതി കാണിക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതേപോലെ 16-ാം അധ്യായം 97-ാമത്തെ വചനത്തിൽ ആരെങ്കിലും സൽക്കർമ്മം ചെയ്യുകയും അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ വിശ്വാസി ആയിക്കൊണ്ടാണ് എങ്കിൽ അവർക്ക് നാം നല്ലൊരു ജീവിതം നൽകും. എന്നിട്ട് പരലോകത്ത് അവർക്ക് അവർ ചെയ്ത പ്രവൃത്തിക്ക് ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നതാണ്. അവിടെ സ്ത്രീ ആകട്ടെ പുരുഷനാവട്ടെ, ഇത് വളരെ കൃത്യമായി സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എന്ന് ആവർത്തിച്ച ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് കുറച്ച് അങ്ങോട്ടും വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നതല്ല, സോ എക്സ്പ്ലിസിറ്റ് എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇസ്ലാമിക വിമർശകന്മാർ വിമർശനം കൊണ്ടുവരുമ്പോൾ അവർ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചിട്ടാണ് വിമർശനം കൊണ്ടുവരാറുള്ളത് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ടു എക്സ്പ്ലിസിറ്റ്. അതേപോലെ 48-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാം, വിശ്വാസികളായ പുരുഷന്മാർ ആരെയും വിശ്വാസികളായ സ്ത്രീകളെയും തായ് ഭാഗത്ത് കൂടിയ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നാം പ്രവേശിപ്പിക്കും. അവരവിടെ നിത്യമായി വസിക്കുന്നവരാണ്. അവരിൽ നിന്ന് അവരുടെ എല്ലാ തിന്മകളും നമ്മൾ എടുത്തു കളയും. അള്ളാഹുവിന്റെ അടുക്കൽ അത് മഹത്തായ പ്രതിഫലമാണ്. അടുത്തത് 50-ാം അധ്യായം 12-ാമത്തെ വചനം. അന്നേ ദിവസം, അതായത് പരലോകത്ത് വിശ്വാസികളായ പുരുഷന്മാരിൽ നിന്നും വിശ്വാസികളായ സ്ത്രീകളിൽ നിന്നും പ്രകാശം വരും. എന്നിട്ട് അവരോട് പറയും, ഇതാ നിങ്ങൾക്കുള്ള സ്വർഗം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു, നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ആവർത്തിച്ച് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എന്ന് ആവർത്തിച്ച് പറയുകയും 3-ാം അധ്യായം 195-ാമത്തെ വചനത്തിൽ പ്രത്യേകം എന്താണ്, സ്ത്രീ പുരുഷനിൽ നിന്നുള്ളതാണ്, പുരുഷൻ സ്ത്രീയിൽ നിന്നുള്ളതാണ്, അവർ പരസ്പരം ഒരേ കാറ്റഗറിയാണ് എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നത് കാണാൻ കഴിയും. 30-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാൻ കഴിയും, അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചത് നിങ്ങൾ അവരിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിടയിൽ അള്ളാഹു മമദ്ദത്തും റഹ്മത്തും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. സ്നേഹവും കാരുണ്യവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അതേപോലെ 2-ാം അധ്യായം 233-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം, എന്താണ്, മുലകുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്ത് കാണാം, നോ മദർ ഷുഡ് ബി ഹാംഡ് ത്രൂ ഹെർ ചൈൽഡ്. ഒരു കുട്ടി കാരണം പോലും എന്ത് ചെയ്യാൻ പാടില്ല, മാതാവ് പ്രയാസപ്പെടാൻ പാടില്ല. നോ ഫാദർ ത്രൂ ഹിസ് ചൈൽഡ്. ഒരു പിതാവ് എന്ത് ചെയ്യാൻ പാടില്ല, അവൻ്റെ കുട്ടി കാരണം പ്രയാസപ്പെടാൻ പാടില്ല. അതായത് സ്ത്രീയും പുരുഷനും എന്ത് ചെയ്യാൻ പാടില്ല, പ്രയാസപ്പെടാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ള ആശയം. അത് സ്വന്തം കുട്ടി കാരണം പോലും, കുട്ടിയുടെ പേരിൽ കഷ്ടപ്പെട്ടോട്ടെ എന്നല്ല, കുട്ടിയുടെ പേരിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, മാതാവും പിതാവും വിഷമിക്കാനോ പ്രയാസപ്പെടാനോ പാടില്ല എന്നുള്ളത്, സ്ത്രീയും പുരുഷനും വിഷമിക്കാനോ സങ്കടപ്പെടാനോ പാടില്ല എന്നുള്ളത് പറയാൻ കഴിയും. ഇത്തരം നിരവധി വചനങ്ങളും ഹദീസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ വിഷയത്തിൽ ഇപ്പം ഇവർ കൊണ്ടുവരുന്ന പല വിമർശനങ്ങളുണ്ട്. അപ്പം ഒരു വിമർശനം പറയുകയാണെങ്കിൽ സ്ത്രീകളെ കൃഷിയിടവുമായി താരതമ്യപ്പെടുത്തി അത് സ്ത്രീകളെ അപഹസിക്കലാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ കേവലം ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണലാണ്. ഇതിൽ ഒന്നാമത് പറയേണ്ട ഒരു വിഷയം വെച്ചാൽ, പിന്നെ ഈ ഒരു സവർണ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു വിമർശനത്തിൻ്റെ ഒരു പ്രധാന ആ ഒരു ഇലൈറ്റ്നെസ് ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, സവർണബോധം. കാരണം കൃഷിയോടൊക്കെയുള്ള ഒരു പുച്ഛം, കൃഷി ഒരു മോശം കാര്യമാണ് എന്നുള്ള യഥാർത്ഥത്തിൽ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ട സംഗതിയാണ്. അതേസമയം ഒരു മാടമ്പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വില കുറഞ്ഞ ഏർപ്പാടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജാതീയമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഈ ഒരു ഇതൊക്കെ ഒരു പ്രശ്നമാക്കുന്നതിന് പിന്നിലുണ്ടാവും. പക്ഷെ ഇതിൻ്റെ മെയിൻ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിലൊരു ഒരു ഭാഷ അറിയുന്ന ഒരാൾക്ക് ഭാഷയുടെ ഒരു ബാലപാഠ പറയുന്ന ആൾ ഉന്നയിക്കില്ല. കാരണം ഒരു സംഗതി നമ്മൾ ഭാഷയിൽ ഉപമ, അലങ്കാരം എന്നൊക്കെ പറയും, ഒരു മെറ്റഫർ ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ അതിൽ ഒരു മീനിങ് ഉണ്ട്, അതിൽ നെഗറ്റീവ് മീനിങ് ഉണ്ട് എന്ന്
മനസ്സിലായാൽ അതിനെ വിമർശിക്കാം. അതേസമയം മെറ്റഫർ തന്നെ പറയാൻ പാടില്ല, അത് തന്നെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ബാലപാഠം അറിയില്ല, ഒരു LKG ലെവലുള്ള ഒരു അറിവേ ഉള്ളൂ എന്നുള്ളതാണ്. അതെ. ഞാൻ പൊതുവെ ഇതിന് വിമർശനമായിട്ട് അല്ലെങ്കിൽ മറുപടിയായിട്ട് ഉപയോഗിക്കാറുള്ളത് 2-ാം അധ്യായം 187 വചനമാണ്. അതിൽ പറയുന്നത് കാണാൻ കഴിയും, എന്താണ്, സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ സ്ത്രീകളുടെയും വസ്ത്രമാണ്, അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് സമീപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ സ്ത്രീകളെ സമീപിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണെന്നുള്ളത്. ഈ ആയത്ത് ആക്ച്വലി എന്താ പറയുക, ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെയാണ്. രണ്ട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്നീ പറഞ്ഞതൊരു ഉപമയുടെ കാര്യം മനസ്സിലാക്കാം. അപ്പം സ്ത്രീകൾ പുരുഷന്റെ വസ്ത്രമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലത് മനസ്സിലാക്കാം. ആവശ്യമുള്ളപ്പം വലിച്ചെറിയാം, അത് വസ്ത്രം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാം. ആ അർത്ഥത്തിലും ഉപമയെ മനസ്സിലാക്കാം. അതേപോലെ വസ്ത്രം എന്ന് പറയുന്നത് എൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതാണ്. വസ്ത്രം എനിക്ക് കംഫേർട്ട് നൽകുന്നതാണ്. തണുപ്പുള്ള സമയത്ത് അതേപോലെ ചൂട് നിന്നും തണുപ്പിൽ നോക്കി എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് കംഫേർട്ട് നൽകുന്നതാണ് വസ്ത്രം. ഈ അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഉപമ നമുക്ക് പല രീതികളിൽ മനസ്സിലാക്കാം. ഇപ്പം അവനെ കാണാൻ കുരങ്ങനെ പോലെയാന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ സൗന്ദര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഒരാൾ ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിൽ ചാടുന്ന ഒരാളെ അവൻ കുരങ്ങനെ പോലെയാണെന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ സൗന്ദര്യത്തെയോ ബുദ്ധിയോ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവൻ്റെ സാഹസിക പ്രകടനത്തെയാണ് ഞാൻ കുരങ്ങനുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. അത് നെഗറ്റീവ് ആവണം എന്നില്ല. അപ്പം ഇത് പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള പാഠമാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ പറഞ്ഞു, നമ്മൾ കൊണ്ടുവന്ന വചനങ്ങളെല്ലാം ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആണ്, ക്ലിയർ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാനൊന്നും വകുപ്പില്ല. പക്ഷേ ഇവർ കൊണ്ടുവരുന്നത് പലപ്പോഴും ഇതേപോലെയുള്ള ആംബിഗിയസ് ആയിട്ടുള്ള, എങ്ങനെ വേണമെങ്കിലും, ഇപ്പം ഉപമാനക്കാരെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതെ. അപ്പം അതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് മനസ്സിലാക്കേണ്ടത് അത് ആര് പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, അത് പറഞ്ഞ ആളുകളുടെ മറ്റു നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ടാണ്. പിന്നെ ഇതിലുള്ള വിഷയം, ഇപ്പോൾ ഈ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കൃഷി എന്നുള്ളത്, കൃഷി ഒരു നിലക്കും മോശം കാര്യമല്ലല്ലോ. പക്ഷെ അത് മോശം കാര്യമാവുന്നത് ഒന്ന്, അതൊരു ഒബ്ജക്റ്റാണ്, അതായത് ഒരു മനുഷ്യനല്ല, അല്ലെങ്കിൽ മറ്റൊരു സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതിലുള്ള വിഷയം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, മനുഷ്യൻ എന്താണെങ്കിലും മനുഷ്യനായിട്ട് ഉപമിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരു സ്ത്രീയെ പോലെയാണ് എന്താ അർത്ഥാണുള്ളത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനാന്ന് പറയുന്നത് അത് അവർക്കും അറിയാം, അത് ഇവരെ സംബന്ധിച്ചോളം പറയാൻ പറ്റും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കുറച്ച് ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റില്ല. ജെൻഡർ അങ്ങനെ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളെ വല്ല മൃഗങ്ങളോട് പ്രശ്നമാവും. അപ്പോൾ ലൈക്ക് അല്പം പോലും സാമാന്യ വകതിരിവില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പം എഗെയിൻ ഉമ്മാലങ്ക ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം. വസ്ത്രത്തിന്റെ കാര്യം പറയുന്നത് പോലെ നമുക്ക് രണ്ട് രീതിയിൽ അത് മനസ്സിലാക്കാം. ഒന്ന് കേവലം പ്രോപ്പർട്ടിയാണ് എന്നർത്ഥത്തിലും മനസ്സിലാക്കാം, മറ്റു രീതിയിലും മനസ്സിലാക്കാം. അപ്പം അതിൽ നിന്ന് മാത്രം നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് മറ്റു വചനങ്ങളും മറ്റു നിലപാടുകളുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഈ വചനത്തിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ സ്ത്രീകൾ പുരുഷന്റെ വസ്ത്രമാണ്, പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രമാണ് എന്നിവിടെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എന്താണെങ്കിലും പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞാൽ തിരിച്ചും പറയാൻ പറ്റില്ലല്ലോ. അതെ, അത് വൺ വേ ആവല്ലോ വരുള്ളൂ. അപ്പം അതിൽ നിന്ന് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലല്ല, പോസിറ്റീവ് അർത്ഥത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സാമാന്യ ബുദ്ധിയുള്ളവർക്ക്. അപ്പം ഞാൻ പറഞ്ഞത് ഈ വചനം ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നതിന് കാരണം, ഒന്ന്, ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉപമാലങ്കാരങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഉപമാലങ്കാരങ്ങൾ ആംബിഗസ് ആണ്, അത് മനസ്സിലാക്കേണ്ട രീതിയെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നുള്ളത്. രണ്ടാമത്തെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയും സംസാരിക്കുന്നത് ലൈംഗിക ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. ഇവിടെ പറയുന്നത് സ്ത്രീകൾ പുരുഷന്റെ വസ്ത്രമാണ്, പുരുഷൻ സ്ത്രീയുടെ വസ്ത്രമാണ്. അപ്പം ലൈംഗിക അവകാശങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളത് ഇപ്പം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്, സ്ത്രീക്ക് പുരുഷന്റെ മേൽ റൈറ്റ് ഉണ്ട്, അഥവാ ലൈംഗികമായ തന്നെ സെക്ഷൽ റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതേപോലെയുള്ള കാര്യമാണ് ഇവിടെയും ഈ ആയത്തിലും പറയുന്നത്. സ്ത്രീയുടെ വസ്ത്രമായതുപോലെ തന്നെ സ്ത്രീ പുരുഷന്റെ വസ്ത്രമാണ് എന്നുള്ളത്. സോ ഇത് നമ്മൾ വളരെ കൃത്യമായി ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതേ ഓദറാണ് കൃഷിയിടത്തിന്റെ ഉപമ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ പോസിറ്റീവായിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, എഗെയിൻ കൃഷിയിടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ കൃഷിയിടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭപാത്രത്തെയാണ് കൃഷിയിടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പുരുഷൻ കൃഷി നടത്തുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഗർഭപാത്രത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്താണ്? അത് മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചൊന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. അത് മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള ഒരു കാരണമായിട്ടാണ്
മാതാവ് ഗർഭം ചുമക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതേ ഗർഭത്തെക്കുറിച്ച് വേറെ സ്ഥലത്ത് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് നോൺസെൻസ്. മാത്രമല്ല ഈ ആയത്ത് കഴിഞ്ഞ് 4 വരി കഴിഞ്ഞ് പിന്നെ ഇതില് പറയുന്നത് പിന്നെ ഇപ്പൊ ലാംഗ്വേജിൽ പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഫെർട്ടിലിറ്റി എന്നുള്ള വാക്ക് കൃഷിയുടെ പറ്റിയും കൃഷി ഫെർട്ടൈൽ ലാൻഡ് ആണെന്നുള്ള അതെ. ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയും, ഉം. അത് മനുഷ്യനെ പറ്റിയും പറയും ഫെർട്ടിലിറ്റി എന്നുള്ളത് അതെ. അല്ലെ, സെയിം വേർഡ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അതെ. അപ്പൊ അത് ലാംഗ്വേജിൽ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അത് പിന്നെ എന്താ വെച്ചാൽ അതൊരു ബോധപൂർവം ഒരു 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 വേറൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കാന്ന് മാത്രമേ. സ്വീകരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു എന്താ ഈ കഴിഞ്ഞ് 5 വരി കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങളുമായി ഡിവോഴ്സ് ചെയ്തിട്ട് പിണങ്ങിപ്പോകുന്ന ഭാര്യയെ എന്താണ്, നിങ്ങൾ മോശമായവരോടൊന്നും സംസാരിക്കരുത്, അവരോട് മാന്യമായി ഇടപെടണം എന്നാണ് പറയുന്നത്. അങ്ങനെ സ്ത്രീകളോട് മാന്യമായി, അത് വെറുതെ ഉള്ള സ്ത്രീ അല്ല, നിങ്ങളുമായി പിണങ്ങി തല്ലിപ്പിരിഞ്ഞ് പോകുന്ന ആളാണ്, നിങ്ങളുമായി ഇനി ജീവിച്ച് തുടർന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന് പോകുന്ന ആളുകളെ നിങ്ങൾ മോശമായി ഒന്നും സംസാരിക്കാതെ അവരോട് സ്നേഹത്തോടെ ആയിരിക്കണം നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അതേ വ്യക്തി 4 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 4 വരികൾക്ക് അപ്പുറത്ത് അപമാനിക്കുകയാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ അല്പമൊന്നും ബുദ്ധിയില്ലായ്മ പോരാ എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഉദാഹരണം എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇവർ കൊണ്ടുവരുന്നതൊക്കെ ഇതുപോലെയുള്ള ആംബിഗ്യസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഉദ്ധരിച്ചതുപോലെ വേർത്ത്നെസ് കൃത്യമായി പറയുന്ന, യാതൊരു രീതിക്കും വ്യാഖ്യാനിക്കാൻ സ്കോപ്പില്ലാത്ത വചനങ്ങളെല്ലാം ഇവരെന്ത് ചെയ്യും, കണ്ട ഭാവം പോലും നടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളും പുരുഷന്മാരും സൈക്കോളജിക്കലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും, അതായത് ഈവൻ ഓരോ കോശങ്ങളിൽ പോലും സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് എന്നുള്ളതാണ് നമുക്കതിനെ ഒരു ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ എംപിരിക്കലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേപോലെ അവരുടെ സൈക്കോളജി, അവരുടെ അഭിരുചികൾ, ഇതിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. തീർച്ചയായും. ഇപ്പോൾ ഈ ഡിഫറൻസുകൾ എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നതെന്ന് വെച്ചാൽ, ഡിഫറെൻ്റ് ആയ ഒരു കാര്യത്തെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, അതല്ല സെയിം ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതും, ചില കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ഉണ്ടാവാം, ചിലത് ഒരേപോലെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടാവാം. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ ഏതൊരു നിയമവ്യവസ്ഥയിലും ഈവൻ എത്ര മോഡേൺ, എത്ര സെക്യുലർ, എത്ര ലിബറൽ, എത്ര ജെൻഡർ ഈക്വൽ രാജ്യമായാൽ പോലും അവിടെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഏതെങ്കിലും അർത്ഥത്തിൽ. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈക്വാലിറ്റി ഇൻ ഔട്ട്കം ആണോ നമ്മൾ നോക്കേണ്ടത്, അതല്ലെങ്കിൽ ഈക്വാലിറ്റി ഇൻ ട്രീറ്റ്മെൻ്റ് ആണോ നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഏതാണ് കറക്റ്റ് മെത്തേഡ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈക്വാലിറ്റി ഇൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ആരും സ്വീകരിക്കാത്ത, ഒരു മേഖലയിലും സ്വീകരിക്കാത്ത, ഒട്ടും റാഷണൽ അല്ലാത്തൊരു വ്യൂ ആണ് എന്നുള്ളതാണ്. ഇപ്പം ലെറ്റ്സ് ഒരു അന്ധനായ ഒരാൾ ബസ്സിൽ കയറുകയാണെങ്കിൽ അയാളെയും അന്ധത ബാധിക്കാത്ത ഒരാളെയും ഒരേപോലെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക. അയാൾക്ക് നമ്മൾ സ്പെഷ്യൽ സീറ്റ് കൊടുത്ത്, പ്രത്യേകം പരിരക്ഷ കൊടുത്ത്, പ്രത്യേകം രീതിയിലായിരിക്കും അയാളെ നമ്മൾ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, അത് ഇപ്പോൾ സ്ത്രീയും പുരുഷനും ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഏത് രാജ്യം എടുത്താലും അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്. എത്ര ജെൻഡർ ഈക്വൽ ആണെങ്കിലും ഏതെങ്കിലും ഒരു ഘടകം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ റേപ്പിലോ, ഇതിപ്പോൾ ആണിനും പെണ്ണും ഒരേപോലെ ആയിരിക്കുമോ റേപ്പിലോ സെറ്റ് ചെയ്യുന്നത്? അല്ലല്ലോ. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ നമ്മൾ കോടതിയുടെ മുന്നിൽ ഇപ്പോൾ ഇരയുടെ മൊഴി, അത് ആണിനെയും പെണ്ണിനെയും ഒരേപോലെയാണോ പരിഗണിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ ഇത് എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയാണോ? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ എത്ര മോഡേൺ രാജ്യമായാൽ പോലും ഇപ്പോൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അഫർമേഷൻ, എന്താണ് ഇതിന് പറയുക, ഇപ്പോൾ ഇന്ത്യയിലുള്ള സംവരണം പോലെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞു തന്നത്, ഈ സംവരണ രീതി പോലെയുള്ള സംഗതികൾ പല രാജ്യങ്ങളിലുണ്ട്. അപ്പം ഇത് ഈക്വൽ ട്രീറ്റ്മെൻ്റ് അല്ല, ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം ഈ ഈക്വൽ ട്രീറ്റ്മെൻ്റ് അല്ല കൊടുക്കേണ്ടത് എങ്കിൽ, ഇപ്പം സംവരണം ഇവിടെ തന്നെ പാർലമെൻറ്റിലൊക്കെ സംവരണങ്ങളുണ്ട്. അപ്പം ഈക്വൽ ട്രീറ്റ്മെൻ്റ് അല്ല കൊടുക്കേണ്ടത്, നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഈക്വാലിറ്റി ഇൻ ഔട്ട്കം ആണോ നമുക്ക് വേണ്ടത്? അപ്പോൾ ഈക്വാലിറ്റി ഇൻ ഔട്ട്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സംവരണം പോലെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഈക്വാലിറ്റി ഇൻ ഔട്ട്കം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇൻഇക്വാലിറ്റി ഇൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട്
ഈക്വാലിറ്റിന്റെ ഔട്ട്കംസ് ഔട്ട്കം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് വിഭാവനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഔട്ട്കം എന്നുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനൊരു പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാണ്. ഈക്വാലിറ്റി ഇൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് ചെയ്യാണ്, ഈക്വലായിട്ട് എല്ലാ ഈക്വൽ ട്രെയിനിങ് കൊടുക്കും, അല്ല ഈക്വൽ ട്രീറ്റ്മെന്റ്, ട്രെയിനിങ് കൊടുക്കും, ഈക്വൽ ട്രെയിനിങ് കൊടുക്കുന്നു. അതേപോലെ അവർക്ക് ഈക്വൽ ഫുഡ് കൊടുക്കും. അതേപോലെ അവരുടെ ബാർ സെറ്റ് ചെയ്ത് ഇപ്പം 50 പുഷപ്പ് എടുത്താലാണ് പുരുഷന് ഇതിൽ സെലക്ഷൻ കിട്ടുകയെങ്കിൽ സ്ത്രീകൾക്കും 50 പുഷപ്പ് എടുക്കണം. അപ്പം അങ്ങനെ എല്ലാം ഈക്വലായിട്ട് ചെയ്യും. അപ്പം ഈക്വലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിൽ പുരുഷന്മാരായിരിക്കും കൂടുതൽ വരിക. കാരണം അവരുടെ ബയോളജിക്കൽ സ്ട്രക്ചറും മറ്റ് കാര്യങ്ങൾ പ്രകാരം പുരുഷന്മാരായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, ആർമിയിലേക്ക് വരിക. ഇതൊരു ഓപ്ഷനാണ്. ഇതാണ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. ഈക്വൽ ഔട്ട്കം ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നു, അതേപോലെ അവരുടെ സെലക്ഷൻ കിട്ടാനുള്ള സ്റ്റാൻഡേർഡ് റെഡ്യൂസ് ചെയ്യുന്നു, ബാർ ലോവർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മേ ബി സംവരണം ആഡ് ചെയ്യുന്നു. അങ്ങനെ സംവരണം ആഡ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യും, 50% പുരുഷന്മാരും 50% സ്ത്രീകളുമാക്കുന്നു. അങ്ങനെ ഈ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ രണ്ടാമത്തത് ഈക്വൽ ഇൻ ഔട്ട്കം ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ ആണോ? ഒരിക്കലും അല്ല. കാരണം ഒന്ന് ഇവർക്ക് സംവരണം കൊടുത്തു, അതേപോലെ എന്താണ് ഇവരെ കഷ്ടപ്പെടുത്തി കുറേ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു, അതേപോലെ ഇവരുടെ ബാർ കുറച്ചത് കൊണ്ട് തന്നെ ഇവർ എഫിഷ്യൻ്റ് അല്ല. അവിടെ പുരുഷന്മാരായിരുന്നെങ്കിൽ ഉണ്ടാവേണ്ട എഫിഷ്യൻസി അവർക്കില്ല. ഇപ്പൊ ഈ ഒരു സംഗതി കൊണ്ട് മൊത്തത്തിൽ ഇപ്പോ ഈ നമ്മൾ എടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു സൈന്യമാണ്. എക്സാക്ട്ലി. അപ്പൊ അതിനുകൊണ്ട് കിട്ടേണ്ട ഗുണം എക്സാക്ട്ലി ഇപ്പൊ ആ രാജ്യത്തിന്റെ സുരക്ഷയാണ്. അപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈക്വാലിറ്റിന്റെ ഔട്ട്കം ആണ് നോക്കേണ്ടത്. പക്ഷെ എവിടെയാണ് ഈക്വാലിറ്റി വേണ്ടത് എന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റണം. ഒരു ആർമിയെ സംബന്ധിച്ചിടത്തോളം ആർമിയുടെ ഗോള് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയാണ്. സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരായിരിക്കുക എന്നതാണ്. ആ രാജ്യത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരായിരിക്കുക, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഒരു ആർമിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് മെഷർമെന്റ് ആണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഈക്വൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ സുരക്ഷ കിട്ടുക, അതിന് പാകമായിട്ടുള്ള ഒരു ആർമി, അതിന് പര്യാപ്തമായിട്ടുള്ള ഒരു ആർമി, അതാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെയാണോ നടപ്പിലാക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. എവിടെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഈക്വാലിറ്റി കൊടുക്കുന്നുള്ളത് നോക്കുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും സന്തോഷത്തോടെ ഒരു നാട്ടിൽ ജീവിക്കുക എന്നുള്ളത്, അതാണ് ഇസ്ലാമിന്റെ ഔട്ട്കം. ആ ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള മീൻസിലല്ല ഇസ്ലാം എന്ത് ചെയ്യുക, ഈക്വാലിറ്റി കൊണ്ടു കൊടുക്കുക. ഇപ്പൊ പലരും എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഇമാമാക്കാത്തത് എന്നൊക്കെയുള്ള മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു ബേസിക് കാര്യം അറിയാത്തത് കൊണ്ടാണ്. കാരണം ഇമാമാവുക എന്നത് ഒരു വ്യക്തിയുടെ ഔട്ട്കം അല്ല, അത് പലതിൻ്റെയും മീൻസ് ആണ്. ഒരു ലീഡർ ആവുക, ഒരു സൈന്യത്തിന്റെ ലീഡർ ആവുക എന്ന് പറയുന്നത് അതൊരു മീൻസ് ആണ്, അതൊരു ലക്ഷ്യമല്ല. ഓക്കെ, അപ്പം ഇത്തരം മീൻസിൽ കൊണ്ടുപോയിച്ചല്ല ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഈക്വാലിറ്റി കൊടുക്കുന്നുള്ളതെന്നാണ്. ഈ ഒരു ബേസിക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പല വിമർശനങ്ങളും നമുക്ക് ഒഴിവായി കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഈ മീൻസിൽ ഈക്വാലിറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു ഗോളാക്കി എടുക്കണം, അതാണ് ഒരു ശരി എന്നുള്ളതൊരു യഥാർത്ഥത്തിൽ ചിലരുടെ ഒരു വിശ്വാസം മാത്രമാണ്. ആ ഒരു വിശ്വാസം അവർക്ക് അത് അങ്ങനെയാണ് വേണ്ടതെന്ന് തെളിയിക്കാൻ കഴിയുകയില്ല. ആ വിശ്വാസം വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ മറ്റൊരാശയത്തെ ജഡ്ജ് ചെയ്യുന്നതിലും അതിൽ അർത്ഥമില്ല. അതെ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു, ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ലഭിക്കുക, ഇതാണ് ഒരു അൾട്ടിമേറ്റ് ഗോൾ. ദുനിയാവിലാണെങ്കിൽ അവർക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റുക, ഇതാണ് ഒരു അൾട്ടിമേറ്റ് ഗോൾ. അപ്പൊ അതിനെന്താണ് വേണ്ടത് എന്നാണ് നമ്മൾ നോക്കുക. അപ്പം ഒരു കുടുംബത്തിൽ ഈക്വൽ പുരുഷനും സ്ത്രീയും ഈക്വൽ ആവുന്നതാണോ ആ ഒരു കുടുംബം ഹാപ്പിയായി പോകാനുള്ളത്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് നടന്നു പോകാനുള്ളത്? അതല്ല, പുരുഷൻ ലീഡർ ആവുന്നതാണോ? ഏതാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടും നടക്കുക? ഇത് നമ്മൾ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്താണ്, തന്നെക്കാൾ പദവിയിൽ, സോഷ്യലും എക്കണോമിക്കലും ഫിസിക്കലിയും ഒക്കെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾ അതാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിനനുസരിച്ച് ലൈക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ നിൽക്കുന്ന സമയത്ത് ഒന്ന് അവർക്ക് അവരുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടും, പുരുഷന്മാർക്ക് ഹാപ്പിനെസ് നഷ്ടപ്പെടും, മൊത്തം ഗോൾ നടക്കൂല, ഒന്നും നടക്കൂല, എല്ലാം അലങ്കോലാവും. അതെ, ഈ മീൻസിൽ ഹാപ്പിനെസ് ഈക്വാലിറ്റി കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അബദ്ധമാണത്. മറിച്ച് ഔട്ട്കമിലാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ ആ ഔട്ട്കമിന് എന്തൊക്കെ വേണോ അതാണ് നമ്മൾ, അവിടെയാണ്
ഔട്ട്കമിലാണ് നമ്മൾ ഈക്വാലിറ്റി വേണ്ടത്, അതിനനുസരിച്ചുള്ള മെഷേഴ്സാണ് നമ്മൾ നടക്കുക. ഈ മെഷേഴ്സിൽ ഈക്വാലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇമാമാവാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അതാണ് മറുപടി ബേസിക്കലി. കാരണം അതൊക്കെ മീൻസ് ആണ്. ഇമാമാവുക എന്നത് മീൻസ് ആണ്. ഇമാമാവുക എന്നത് ആരുടെ ഔട്ട്കം അല്ലെങ്കിൽ ഗോളോ ഒന്നുമല്ല എന്നുള്ളതാണ്. അത് ഔട്ട്കം അത് ഗോളായിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്. അതുണ്ടാവും. പക്ഷെ അതാണ് അതങ്ങനെ ആവേണ്ടത് എന്നത് അവരുടെ ഒരു വിശ്വാസം മാത്രമാണ്. അതെ അതെ. അത് അവർക്ക് നമുക്ക് തെളിയിച്ചു തരാനൊന്നും പറ്റില്ല അങ്ങനെയാണ് ആവേണ്ടത്. യഥാർത്ഥ ഈ ഒരു പോയിന്റും യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചർച്ചയിൽ പലപ്പോഴും മറന്നു പോകുന്ന സംഗതിയാണ്. അവരൊരു ഔട്ട്കം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് വേണ്ടത്. എന്നിട്ട് അവർ ഇസ്ലാമിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അത് അവർ ആദ്യം തെളിയിക്കേണ്ടതുണ്ട്, ഇങ്ങനെയാണ് വേണ്ടത് എന്നിട്ട് നമ്മളോട് പറയുമ്പോഴാണ് അതിന് ഒരു യുക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസണിങ് അതിൽ വരുന്നുള്ളത്. മറ്റേത് അത് അവരുടെ വിശ്വാസം വെച്ചിട്ട് നമ്മളോട് പറയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് മറ്റൊരു ഇതിൽ സംസാരിച്ച പോലെ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഫെമിനിസ്റ്റുകളോട് പറയാണ്, നിങ്ങളുടെ ഫെമിനിസത്തിൽ 5 തരം നിസ്കാരമില്ലല്ലോ, അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ബാലിഷ്യമായിട്ടാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുക. അതേ ഒരു അവസ്ഥയാണ് അവരുടെ ആശയത്തിൽ ഇങ്ങനെയാണ്, അത് ഇങ്ങനെ തന്നെ പുറത്തും വേണം എന്ന് പറയുമ്പോൾ ഉള്ളത്. ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയെന്ന് വാങ്ക് എന്ന് പേരിട്ടുണ്ട്. അതിലെ സ്ത്രീയുടെ പ്രധാന ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വിയേർഡായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഇവിടെ ഫെമിനിസം പോലെയുള്ള ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവരുടെ ആഗ്രഹങ്ങൾ മാറിയേക്കാം. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഈ ആഗ്രഹം സബലീകരിക്കുമ്പോൾ ഇവഞ്ച്വലി അവർക്കാണ് അത് ഹാം ഉണ്ടാക്കുന്നത്. കാരണം ഈ ഗോൾ എന്താണ് അച്ചീവ് ചെയ്യുന്നില്ല. അല്ലെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർമിയിൽ കയറണം എന്നുള്ള, അല്ലെങ്കിൽ 50% ആർമി വരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അനാവശ്യമായിട്ടുള്ള ഈ ആഗ്രഹം മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ ആഗ്രഹം അവർക്ക് നാച്ചുറലി ഉണ്ടാകുന്നതല്ല, ഇത് കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളതാണ്. സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു സംഭവമാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു മാസ് മീഡിയ ഭയങ്കരമായിട്ട് ചില പ്രത്യേക രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ കുത്തിവെക്കുകയാണ്. അതായത് ഇങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് കുത്തിവെക്കാണ്. ഇത് നമ്മൾ ബാസിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ സിഗരറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സിഗരറ്റ് വലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. പക്ഷെ അത് വലിച്ചാലേ നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് അത് ആഗ്രഹമാക്കി മാറ്റി അവരെ കുയിൽ ചാടിക്കുക എന്നുള്ളതാണ്. നമ്മൾ മദ്യത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്കൊന്നും മദ്യം കഴിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവാറില്ല. കാരണം നമുക്കത് ആ ഒരു വാണ്ട് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. പക്ഷെ അതിൽ പെട്ട ആളുകൾക്ക് അതുണ്ടാവും. പക്ഷെ പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് അതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ അത് സിനിമയിലൂടെയും മറ്റും നിരന്തരം അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്നവരുടെ ഈ മീൻസിൽ ഈക്വാലിറ്റി അവർ ആഗ്രഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതില്ലാത്തിടത്തോളം കാലം ഒരു നാച്ചുറലി നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇത്തരം സോഷ്യൽ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നാച്ചുറലി സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ ജീവിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സെപ്ഷൻസ് ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. എക്സെപ്ഷൻസ് ഇൻ ദ കേസ്, ഇപ്പം എല്ലാവരും ഒരേപോലെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഇതാണ് എന്ന് പറയുമ്പോൾ മേ ബി ദർ ആർ എക്സെപ്ഷൻസ്. ലൈക്ക് ഇപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേ ബി ദർ ആർ ഗേൾസ് അല്ലെങ്കിൽ വുമൻ ഹു ആർ മോർ ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ മെൻ. അതെ, എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മളൊരു നിയമം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജനറാലിറ്റികൾ കൺസിഡർ ചെയ്തിട്ട് അത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു നിയമങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എക്സെപ്ഷൻസ് വെച്ചിട്ടല്ല നിയമങ്ങൾ ഉണ്ടാവുക. ജനറാലിറ്റി വെച്ചിട്ട്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിന് സ്യൂട്ടായ രീതിയിലാണ് നിയമങ്ങൾ പൊതുവെ ഉണ്ടാവുക. തീർച്ചയായും ജനറാലിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ ഉണ്ടാവുക. ഇനി ചില എക്സംഷൻസ് ചിലപ്പം ഇപ്പം നമ്മൾ ഇപ്പം നിയമങ്ങൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. നിയമങ്ങൾക്ക് എക്സംഷൻ കൊടുക്കണമെങ്കിൽ അത്രയും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വേണം. ഇപ്പം പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ അത് അനുവദനീയമാകും എന്നുള്ളതാണ്. ഇസ്ലാമിൽ ചില നിയമങ്ങൾ അങ്ങനെയാണ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും അൺസഹിക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിനെന്തെങ്കിലും എക്സംഷൻസ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത രീതിയിൽ എക്സംഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം റൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ റൂൾസ് ഓരോ എക്സംഷൻസ് അനുസരിച്ച് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ റൂളിൻ്റെ വാല്യൂ അവിടെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം ഇതുവഴി റെസ്ട്രിക്ട് ചെയ്യപ്പെടില്ലേ എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും
വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇസ്ലാമിൽ റെസ്ട്രിക്റ്റഡ് ആണ് ഓൾറെഡി. അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്നല്ല, ഏതൊരു വ്യവസ്ഥയിലും ഏതൊരു വ്യവസ്ഥയിലുണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡം റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻഡിവിജ്വൽ ഫ്രീഡം ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിലുണ്ട്. പിന്നെ അത് ചില കാര്യങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാനും ചില കാര്യങ്ങൾക്ക് അത് കുറയ്ക്കാനുമാണ് ഓരോ വ്യവസ്ഥയിലും അതിനൊരു ബാർ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ബാർ എവിടെ കിടക്കണം എന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അതെ, ഇപ്പൊ യൂട്ടിലിറ്റേറിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഓവറോൾ ഔട്ട്കം ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്യണം എന്നാണ് യൂട്ടിലിറ്റേറിയനിസം പറയുന്നത്. കാരണം അവർ നോക്കുന്ന ഔട്ട്കം ആണ്. ഔട്ട്കം ഏറ്റവും ബെറ്റർ ആയിട്ട് ഔട്ട്കം ഉണ്ടാവാൻ എന്താണോ വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. റെസ്ട്രിക്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി റെസ്ട്രിക്റ്റിംഗ്, വി ഹാവ് ടു റെസ്ട്രിക്ട് ദ ഇൻഡിവിജ്വൽ. ഇവിടെ വേറൊരു വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പലപ്പോഴും നമ്മളെ ഒരു ഫ്രീഡം ഒരാളെ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം മേ ബി അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന സമയത്ത് നമുക്ക് ഈ ഹാപ്പിനെസ് ഔട്ട്കം അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇത് ആക്ച്വലി ഇസ്ലാമിന് ബാധകമല്ല. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഇസ്ലാം ആദ്യം പഠിപ്പിക്കുന്നത് തൗഹീദാണ്, ഇസ്ലാമിലെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. ഇത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നുള്ളത് അയാൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും, അയാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം ഇപ്പം ലൈക്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ എൻ്റെ മേൽ അധികാരം ഉണ്ടെന്ന് ഞാൻ കരുതുന്ന ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പം ലൈക്സ് എന്നോട് ഇപ്പം എൻ്റെ ഉപ്പ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാനായിരിക്കും എനിക്ക് ആഗ്രഹം ഉണ്ടാവുക. അതേസമയത്ത് ഒരു പരിചയമില്ലാത്ത അത് ചെയ്യടാന്ന് പറഞ്ഞാൽ നീ ആരാ അത് ചോദിക്കാൻ എന്നതായിരിക്കും ഉണ്ടാവുക. അവിടെ ഞാൻ നിർബന്ധിക്കപ്പെട്ട് ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നോടൊരു കാര്യം പറയുകയും അത് ഞാൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എനിക്കത് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികവും ഈ ലിബറലിസത്തിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, മതത്തിൻ്റെ വേലിക്കെട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ ഈ ഔട്ട്കം ഉണ്ട് എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന നിയമങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അവന് ഔട്ട്കം ബെനിഫിറ്റ് ആണ്. ഔട്ട്കമ്മിലേക്ക് എത്താൻ വേണ്ടിയുള്ള അവൻ്റെ റെസ്ട്രിക്ഷൻ ഒബേ ചെയ്യുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതും മാത്രമല്ല. അതിൽ ഇസ്ലാമിൻ്റെ കേസിലേക്ക് വരുമ്പം ഈ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേൾഡിലി മാത്രമല്ലല്ലോ, എറ്റേണൽ ആയിട്ടുള്ള ഔട്ട്കം ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ എന്തായാലും ഇത് ഇറ്റ്സ് ഇൻസിഗ്നിഫിക്കൻറ്റ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റേഷൻസ് ആണ്. ഇപ്പം ഇപ്പം ഏത് റൂള് ഫോളോ ചെയ്താലാണ് നമുക്കൊരു ഔട്ട്കം കിട്ടുക എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ വ്യക്തമായ ഡാറ്റ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതെ. അപ്പം എല്ലാ സിറ്റുവേഷൻസും അറിയുന്ന, എല്ലാ സാഹചര്യവും അറിയുന്ന അള്ളാഹുവിൽ നിന്നുള്ളതാണ് നമ്മളവിടെ ട്രസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഡാറ്റാസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പം ഇപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം, ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി കൂടുന്തോറും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഈക്വാലിറ്റി ഒക്കെ പറയുന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യുക. ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി കൂടുന്തോറും സ്ത്രീകൾക്ക് സന്തോഷം കൂടും അല്ലേ? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്നല്ല, മേ ബി ആ സമൂഹത്തിന് തന്നെ മൊത്തം സന്തോഷം കൂടുമെന്നായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്ത്രീകൾക്കെങ്കിലും സന്തോഷം കൂടുമെന്നായിരിക്കും പിന്നെ കമ്പയർഡ് ടു പുരുഷന്മാർ. അപ്പോൾ അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു സ്റ്റഡി, നമ്മൾ അതിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പിന്നെ ഐ തിങ്ക് 1,00,000, 5,00,000, 6,00,000, ഒരുപാട് ലക്ഷക്കണക്കിന് വ്യക്തികളല്ല, കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയാണ് അതിൽ പരിഗണിച്ചത്, സാമ്പിളായിട്ട് എടുത്തത്. അപ്പോൾ അവരെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ജെൻഡർ ഈക്വാലിറ്റി കൂടിയ രാജ്യങ്ങളിൽ അവർക്ക് ഇടയിലുള്ള ഈ മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡിവൈഡ്, ആ ജെൻഡർ ഗ്യാപ്പ്, ആണിനും പെണ്ണിനും ഇടയിലുള്ള വ്യത്യാസം ജെൻഡർ ഈക്വാലിറ്റി കൂടിയിടത്ത് ഇത് കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് ജെൻഡർ ഈക്വാലിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയാണ് വേണ്ടത്, കാരണം ആണും പെണ്ണും അവിടെ ഈക്വലാണ്. അപ്പോൾ അവർക്കിടയിലുള്ള ഈ ഗ്യാപ്പ് കുറയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ ആ ഒരു പ്രശ്നം വരുന്നത് എന്ന് മാത്രമല്ല, അത് ആൺകുട്ടികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ജെൻഡർ ഈക്വാലിറ്റി കൂടിയ രാജ്യങ്ങളിൽ. അപ്പോൾ ഇത് പിന്നെ ഇവരുടെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുറയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അഗെയിൻ പിന്നെ ഇതിപ്പോൾ ഒരു കൗമാരക്കാർക്കിടയിൽ നടത്തിയ ഒരു പഠനമാണ്. പിന്നെ അത് ഓക്കെ, ഇത് എല്ലാ പോപ്പുലേഷനിലേക്കും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈവൻ ദെൻ അങ്ങനെ ആയാൽ പോലും ഇതൊരു സബ്സെറ്റ് ആണല്ലോ, അല്ലെങ്കിൽ പിന്നെ മറ്റ് സബ്സെറ്റിൻ്റെ ഡാറ്റ
പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ നോക്കാം. എനിവേ ഇതൊരു സബ്സെറ്റ് ആണല്ലോ, അതിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ പോലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രെൻഡാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. നമ്മുടെ പോയിന്റ് ഇത്ര മാത്രമാണ്, അത് ഓപ്പോസിറ്റ് ആണ് എന്ന് സ്ഥാപിക്കുകയല്ല, പക്ഷെ അത് നേരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിക്കൊള്ളണമെന്നില്ല. നേരത്തെ ഷാൻ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അതെ, ഇത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ, അപ്പം ലെറ്റ്സ് ഇസ്ലാം പറയുന്ന ഒരു നിയമം മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം, ഇപ്പോൾ ലെറ്റ്സ് ഒരു സ്ഥലത്ത് നിക്കാബ് ഉണ്ട് എന്ന് വിചാരിക്കാം, പക്ഷെ അവിടെ പോണോഗ്രാഫിക് സൈറ്റുകൾ ബാൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അവിടെ ഒരു പക്ഷേ നിക്കാബ് പോണോഗ്രാഫി ഉള്ള 2 രാജ്യങ്ങൾ എടുക്കാം. ഒരിടത്ത് നിക്കാബ് ഉണ്ട്, ഒരിടത്ത് നിക്കാബ് ഇല്ല എന്ന് വിചാരിക്കാം. അവിടെ നിക്കാബുള്ള രാജ്യങ്ങളിൽ ചിലപ്പം പ്രശ്നങ്ങൾ കൂടുതലായിരിക്കാം, പക്ഷെ അതിന് നിക്കാബിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണ്, കളക്റ്റീവ്ലി ആണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇപ്പം ഇസ്ലാമിൽ ഉണ്ടാകുന്ന ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ട്, ആ സോഷ്യൽ സിസ്റ്റം മൊത്തത്തിൽ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റഡിയൊക്കെ നടത്തുമ്പോൾ, ഒരു ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത്തരത്തിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതി എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആ ഒരു ഘടകത്തിൻ്റെ എഫക്റ്റ് മാത്രം വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഒരു കൃത്യമായിട്ട് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡി ആണെങ്കിൽ അങ്ങനെയാണ് നടക്കുക. പക്ഷെ ഒരു എവിഡൻസ് പരിഗണിക്കുന്ന രീതി അങ്ങനെയാണ്. അതായത് ഒരു സംഗതിക്ക് തന്നെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമ്മൾ ശാസ്ത്രീയമായി കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. പുകവലി നമ്മളെ പല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ടാവും. എന്നാൽ കുറേ വ്യക്തികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പല സംഗതികളും വന്നത് പുകവലി കൊണ്ട് മാത്രമാണ് എന്ന് നമുക്കതിനെ വെൽ ഡിഫൈൻഡ് ആക്കി കൊണ്ടുവരാൻ പറ്റിയ രീതിയിൽ ബാക്കി ഘടകങ്ങളെ ഒഴിവാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു ഗവേഷണം തന്നെ ഡിസൈൻ ചെയ്യുക അവർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുകവലിക്കാരായിട്ടുള്ള ഒരു 4-5 ആൾക്കാർ 100 വർഷമൊക്കെ ജീവിച്ച അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് പുകവലി ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു പഠനം അതിൽ നടന്നിട്ട്, പിന്നെ അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 5 വ്യക്തികളുടെ കേസിൽ അവരുടെ വല്ല ജനറ്റിക് ഘടകങ്ങളാവാം. അപ്പോൾ നമ്മൾ ജനറലി ഈ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാക്ടർ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു വിഷയം പരിഗണിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് പരിഗണിക്കുന്ന രീതി നമുക്ക് ഇപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം നടക്കുകയൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുക, ഒരു വെൽ ഡിസൈൻഡ് സ്റ്റഡി ഒക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടിയാൽ അത് വെച്ചിട്ട് അങ്ങോട്ട് പിന്നെ തള്ളി മറിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പഠനങ്ങൾ മാത്രമല്ല, അവിടെ ഒരു ഡാറ്റ മാത്രമേ എടുക്കുന്നുള്ളൂ. അതെ, ഡാറ്റ എടുക്കുന്നു, പിന്നെ ഇത് മുസ്ലിം രാജ്യമാണ്, ആ ഒരു രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. അതൊരു രീതിയിൽ വളരെ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ കണക്ഷൻ നടത്തുക എന്നുള്ളതാണ്. അതെ, അതാണ് അതിന്റെ പ്രശ്നം. ഈ ഒരു എവിഡൻസ് എങ്ങനെ പരിഗണിക്കണം എന്നുള്ള തീരെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മളെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനം ഒരു എന്താ പറയുക നൊട്ടോറിയസ് എക്സാമ്പിളാണ്. ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഒന്നാമത് ആ പേര് തന്നെ ഒരു മിസ്നോമറാണ്. അതായത് ഹാപ്പിനെസ് ഇല്ലാത്ത ഹാപ്പിനെസ് അളക്കുന്ന ഒരു സാധനം അല്ല. യഥാർത്ഥത്തിൽ അവിടത്തുള്ള ഭൗതിക സാഹചര്യങ്ങളാണ് അതിൽ വരുന്നത്. ഹാപ്പിനെസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുള്ള രാജ്യങ്ങൾ, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ഘടകങ്ങൾ ആണ് അവർ മെഷർ ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് അത് വെച്ചിട്ട് ഇവർ ചോദിക്കുന്നത് എന്താണ്, പിന്നെ അതും അതിലേക്കുള്ള രസം എന്താ വെച്ചാൽ, പിന്നെ അതിൽ മുൻപിലുള്ള രാജ്യങ്ങളിൽ കുറച്ച് നാസ്തികരുണ്ട്, അത് നാസ്തിക രാജ്യമാണ്, അതേപോലെ ഈ ഹാപ്പിനെസ് നാസ്തികത കാരണമാണ് എന്നുള്ള രീതിയിൽ ലെവലിലാണ് പോകുന്നത്. ഒന്നാമത് ഇത് ഹാപ്പിനെസ് അല്ല മെഷർ ചെയ്യുന്നത്, ഭൗതിക സാഹചര്യങ്ങളാണ്. രണ്ടാമത് ഇനിയിപ്പോൾ അങ്ങനെ ആണെന്ന് വെക്കുക, ഞാണെങ്കിൽ തന്നെയും ഇത് ഈ നിരീശ്വരവാദം കൊണ്ടോ അല്ലെങ്കിൽ ഭൗതികവാദം കൊണ്ടോ ആണ് ഈ ഹാപ്പിനെസ് ഈ സാഹചര്യം ഉണ്ടായത് എന്ന് പറയണമെങ്കിൽ അത് സ്റ്റഡി വേണം, കൃത്യമായ സ്റ്റഡി വേണം. കാരണം ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ ഘടകങ്ങളെ ഇപ്പം ഇതിൽ വേറെ ഘടകം വായിച്ചു നോക്കാം. ഇപ്പോൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ടോപ്പിലുള്ള രാജ്യങ്ങൾ എല്ലാം കൊളോണിയൽ രാജ്യങ്ങളാണ്. അത് കൊളോണിയൽ ഹിസ്റ്ററി ഉള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൊളോണിയൽ ഹിസ്റ്ററി ഉള്ള രാജ്യങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കും എന്നാണോ? അങ്ങനെ വായിക്കാലോ. അതായത് തീരെ ട്രെയിനിങ് ഇല്ലാത്ത ഡാറ്റ എങ്ങനെ സമീപിക്കണം, എങ്ങനെ അതിൽ നിന്ന് എവിഡൻസ് സ്വീകരിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷൻ എത്തണമെന്ന് തീരെ അറിവില്ലാത്ത ആളുകളാണ് ഈ രീതിയിൽ കൊണ്ടുപോകുക. അപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ വാദിക്കുന്ന ആ കാരണം കൊണ്ടാണ് എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ട് അതിനെ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന സ്റ്റഡി വേണം. ഇപ്പോൾ ഉദാഹരണം മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ ഇങ്ങനെ രാജ്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഒരു മിക്സ് ആയിരിക്കും, കൾച്ചറലി റിലീജിയസ്ലി എല്ലാം മിക്സ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ചില സ്റ്റഡീസിൽ നമുക്ക് കാണാം അവർ കൃത്യമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ആത്മഹത്യയുടെ കണക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, എത്തിസ്റ്റുകളുടെ ഇടയിൽ ഇങ്ങനെ സ്റ്റഡി കാണാം. അപ്പോൾ അതിൽ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ കുറവാണെന്ന് അവർ കാണും. അപ്പോൾ ഇതും അഗെയിൻ ഈവൻ കുറവാണെന്ന് കണ്ടാൽ പോലും അത് അവരുടെ വിശ്വാസം കാരണമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈവൻ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ശാസ്ത്രീയമായിട്ടും നമ്മൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ അതിന് വേറെ വല്ല കാരണങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അനലൈസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൽ കൂടുതൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെടുത്ത സാമ്പിൾ ഒരു പ്രത്യേക രാജ്യത്ത് മാത്രമാണെന്ന് വെക്കുക. അപ്പോൾ അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പല രാജ്യങ്ങളിൽ നിന്നുള്ള മിക്സഡ് ആയിട്ടുള്ള സാമ്പിളുകൾ എടുക്കും. എന്നിട്ട് അതിൽ നോക്കും, അതിലുള്ള ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് നോക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഇത് രാജ്യത്തിൻ്റെ ആ ഒരു അവസ്ഥയുമായിട്ട് ബന്ധമുള്ളതല്ല, ആ ഒരു റിലീജിയൻ മാത്രമാണ്. അതായത് ഇപ്പോൾ നല്ല എക്കണോമിക് നിലവാരമുള്ള ഒരു രാജ്യവും എക്കണോമിക് നിലവാരം ഇല്ലാത്തൊരു രാജ്യവും നമ്മൾ നോക്കും. ഇപ്പം എന്താണ്, എക്കണോമിക് നിലവാരമുള്ള രാജ്യങ്ങളിൽ സൂസൈഡ് കുറവും മറ്റേടത്ത് കൂടുതലുമാണെങ്കിൽ നമ്മൾ വിചാരിക്കും റിലീജിയൻ അല്ല, എക്കണോമിക്സ് ആണ്. അതെ, അത് ആ ഒരു ഘടകം കൂടി. അപ്പോൾ നമുക്ക് അവിടെ ഒരു പക്ഷേ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്കതിൽ ഒരു കൃത്യമായ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ഈ സൂസൈഡിൻ്റെ കേസിൽ നമുക്കിങ്ങനെ പല ഘടകങ്ങളും നോക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ഓവറോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫൈനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ റിലീജിയൻ ഡെഫിനറ്റ്ലി അസോസിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് തന്നെയാണ്. അതായത് മുസ്ലിങ്ങൾക്കിടയിൽ ഈ ഒരു ആത്മഹത്യ കുറവാണ്, എത്തിസ്റ്റുകൾക്കിടയിലാണ് വളരെ കൂടുതൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഗെയിൻ ഇനിയും അതിൻ്റെ ഈവൻ ഫർദർ നമുക്ക് അതിൻ്റെ ഒരു കോസൽ കണക്ഷൻസ്, കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇനിയും ശാസ്ത്രീയമായിട്ട് ഗവേഷണങ്ങൾ മുന്നോട്ട് പോക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് അത് ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് അല്ല, എങ്ങനെ എവിഡൻസിനെ സമീപിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കിയത് ഇസ്ലാം ആൻഡ് വുമൺ വിഷയത്തിലുള്ള വിമർശനങ്ങളുടെ പൊതു സ്വഭാവവും ആ വിമർശനങ്ങളിൽ എല്ലാം പ്രതിരോധിക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുമാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമും ഖുർആനും ഹദീസും എല്ലാം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരോടും സ്പിരിച്വലി മോറലി ഒക്കെ ഈക്വലാണ് എന്നുള്ളത് വളരെ എക്സ്പ്ലിസിറ്റായി പറയുന്നുണ്ട്, ഒരു വ്യാഖ്യാനത്തിന് സ്കോപ്പില്ലാത്ത രീതിയിൽ. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളും പുരുഷന്മാരും സൈക്കോളജിക്കലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാം ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. മൂന്നാമത് ഡിഫറൻ്റ് ഡിഫറൻ്റ് ആയ കാര്യങ്ങളെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഔട്ട്കമിലാണ് ഈക്വാലിറ്റി നോക്കുക. ഔട്ട്കം എന്നതുകൊണ്ട് അവരുടെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, സ്വർഗം, അവരുടെ സ്പിരിച്വൽ വെൽബീയിങ്, ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉറപ്പുവരുത്തുക എന്ന അൾട്ടിമേറ്റ് ആ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഔട്ട്കമിലുള്ള ആ ഈക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി മീൻസിനെ നമ്മൾ സജ്ജമാക്കുക എന്നതാണ് നമ്മൾ ഇസ്ലാം ചെയ്യുക. നാല്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്, ഒന്ന്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം ഇസ്ലാമിൽ റെസ്ട്രിക്റ്റഡ് ആണ്. മറ്റൊന്ന്, ഇൻഡിവിജ്വൽ ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, തൻ്റെ ജീവനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതനുസരിക്കുന്നതിലൂടെ ഏതെങ്കിലും രീതിയിൽ പ്രയാസം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവന് അനുസരിക്കുന്നതിലൂടെ അവൻ്റെ ഫ്യൂച്ചറും പ്ലഷറബിൾ ആയിരിക്കും, അനുസരിക്കുന്നു എന്ന ആ പ്രോസസ്സും അവന് പ്ലഷറബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അഞ്ചാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്ന ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും നമുക്ക്
ഇഹലോകത്തും പരലോകത്തും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക എന്നതും നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ആംബിഗിയസ് ആയിട്ടുള്ള പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മെറ്റഫറൊക്കെ എടുത്തിട്ടുള്ള വിമർശനങ്ങളായിരിക്കും അവർ ഉപയോഗിക്കുക. അതേപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇസ്ലാമിൻ്റെ വചനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടായിരിക്കും അവരുടെ വിമർശനങ്ങളും ഉണ്ടാവുക. അതേപോലെ ഇസ്ലാമിൽ ഈക്വാലിറ്റി ഇല്ല എന്ന് പറയുന്നത് ഈക്വാലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് അൾട്ടിമേറ്റ് ഗോളായ ഔട്ട്കമ്മിലേക്ക് എത്തുന്നതിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചോ കൃത്യമായൊരു പഠനം അവർ നോക്കില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ വിശദീകരിച്ചതുപോലെ പഠനങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ പഠനങ്ങളെ സമീപിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമായ രീതിയിലല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പല വിമർശനങ്ങളും ഈ അശാസ്ത്രീയത കാരണം ഇവരുടെ പല വിമർശനങ്ങളും അബദ്ധജടലമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.